നമസ്കാരം. ബോധിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സമാന്തര ശ്രേണിയുടെ പൊതുരൂപം അല്ലെങ്കിൽ ആൾജിബ്ര ഓഫ് സീക്വൻസ് ആണ്. ആൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്ര ഓഫ് സീക്വൻസ് സമാന്തര ശ്രേണി അല്ലാത്ത ശ്രേണികളുടെ പൊതുരൂപം എങ്ങനെ എഴുതുമെന്ന് നമ്മൾ പഠിച്ചു. ബഹുഭുജങ്ങളുടെ കാര്യവും പോളിഗൺസിന്റെ കാര്യം, ഇതെല്ലാം റെഗുലർ പോളിഗൺസിന്റെ കാര്യം എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ആൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളുടെ ബീജഗണിതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു? പദവ്യത്യാസം, സ്ഥാനവ്യത്യാസം ഇവ തമ്മിലുള്ള ബന്ധം വെച്ച് പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും എന്ന കാര്യം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇപ്പൊ സപ്പോസ് ഒരു സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് സംഖ്യകൾ എഴുതി അല്ലെങ്കിൽ സ്ഥാനങ്ങൾ എഴുതി പോകാൻ പറ്റും. ലിമിറ്റ് ഇല്ല. ഇത്ര വരെയേ വരും. 10ാം പദം വരെയാണോ? അല്ല, ഒരാൾക്ക് 11ാം പദം, 100ാം പദം വരെയാണോ? അത് കഴിഞ്ഞ് എഴുതാം. അപ്പൊ നമ്മൾ പരിഗണിക്കുന്ന അവസാന പൊസിഷൻ നമ്മൾ പറയും എന്ത് പൊസിഷൻ എന്ന് പറയും. എന്ത് പൊസിഷൻ അല്ലെങ്കിൽ എന്നാം പദം എന്ന് പറയും. എന്ത് പൊസിഷൻ അല്ലെങ്കിൽ എന്ത് പറയും? എന്നാം പദം എന്ന് പറയും. മനസ്സിലായി? ഒരു ശ്രേണിയുടെ എന്നാം പദമാണ് അതിന്റെ എന്ത്? ആൾജിബ്ര അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ പൊതുരൂപം, സമാന്തര ശ്രേണിയുടെ പൊതുരൂപം, ജനറൽ ഫോം എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് എന്ത് പൊസിഷൻ നമ്മൾ എഴുതുക? ആ കാര്യത്തിലേക്ക് നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കിയാൽ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 2, ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് 5 ആണെന്ന് കരുതുക. ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് 5. അപ്പൊ x1 എത്രയാ? 2. x2 എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് അല്ലേ? ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം 2 പ്ലസ് കോമൺ ഡിഫറൻസ് 5. തേർഡ് ടൈം x3 എങ്ങനെ കിട്ടും? f പ്ലസ് 2d. നമ്മൾ പഠിച്ച മോഡലാണ് f പ്ലസ് 2d. ആദ്യ പദത്തിലൂടെ എന്ത് ചെയ്താൽ മതി? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു 5. അപ്പൊ ഇത് 7. ഇത് എത്ര പേരോടെ? 12. ശരിയാണല്ലോ. 5 വീതം കൂടി. 2ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ 7, 7ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ 12. ഇങ്ങനെയാണല്ലോ കിട്ടുന്നത്. ദെൻ x4 എങ്ങനെ കിട്ടും? f പ്ലസ് 3d. ആദ്യ പദത്തിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ആഡ് ചെയ്തു. ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 15 പ്ലസ് 2 17. അപ്പൊ 4ാം പദം f പ്ലസ് 3d എന്ന് കിട്ടും. 5ാം പദമാണെങ്കിൽ എന്ത് വരും? f പ്ലസ് 4d എന്ന് കിട്ടും. ശരിയല്ലേ? 10ാം പദമാണെങ്കിൽ അപ്പൊ എന്ത് കിട്ടും? 10ാം പദം f പ്ലസ് 10d വരുമോ? ഇല്ല. എത്ര d വരെ വരും? 9d. 100ാം പദമാണെങ്കിലോ? f പ്ലസ് 99d. ഇങ്ങനെയാണ് പോകുന്നത്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എന്നാം പദം എന്ത് കിട്ടും? എന്നാം പദം എന്ത് പൊസിഷൻ എന്ത് കിട്ടും? f പ്ലസ് 100 വന്നപ്പോ 99, 10 വന്നപ്പോ 9, 5 വന്നപ്പോ 4. എന്താ ബന്ധം? ഇവിടെ വരുന്നതിൽ നിന്ന് എത്ര കുറച്ചു? 1 കുറച്ചു. ശരിയല്ലേ? അപ്പൊ f പ്ലസ് n-1 ഇൻറ്റു d. xn ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? f പ്ലസ് n-1 ഇൻറ്റു d. xn ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടി? f പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് സീക്വൻസിന്റെ ആൾജിബ്ര അല്ലെങ്കിൽ പൊതുരൂപം എന്ന് പറയുന്നത്. ഇതാണ് സീക്വൻസിന്റെ ആൾജിബ്ര അല്ലെങ്കിൽ പൊതുരൂപം. ഇനി നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ ഈസ് ഈക്വൽ ടു d കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പൊ f പ്ലസ് dn മൈനസ് d എന്ന് വരും. അതിനകത്ത് ഒരു വേരിയബിൾ വരുന്ന dn പാർട്ടാണ്. അതിനങ്ങ് ആദ്യം എഴുതിയാൽ dn പ്ലസ് f മൈനസ് d എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? dn പ്ലസ് f മൈനസ് d. ക്ലിയർ ആയ? ഇതാണ് x. അങ്ങനെ ഈ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എന്ത് വരും? ഈ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എന്ത് വരും? ഒന്ന് നോക്കി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര? 5. കൂടാറുണ്ട് n. എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ കൂടെ n കാണും. അതാണ് ബീജഗണിതത്തിന്റെ പ്രത്യേകത. xn ആണ് എഴുതുന്നത്. 5n പ്ലസ് ഇവിടുത്തെ ഫസ്റ്റ് ടൈം എത്രയാ? 2 മൈനസ് കോമൺ ഡിഫറൻസ് എത്ര? 5. അപ്പോൾ 5n പ്ലസ് 2 മൈനസ് 5
2 മൈനസ് 5 എന്ന് പറഞ്ഞ ആൻസർ എന്താകും -3. അപ്പോൾ xn ഈസ് ഈക്വൽ ടു 5n-3. ഇതാണ് ഇവിടുത്തെ ആൾജിബ്ര. ഇനി ആൾജിബ്ര കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ പോയിന്റ് ഉണ്ട്. ആൾജിബ്ര കിട്ടിയാൽ മനസ്സിലാക്കാവുന്ന കുറേ പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, എന്നിന്റെ കോഎഫിഷ്യന്റ് ഓഫ് n ഈസ് ദ കോമൺ ഡിഫറൻസ്. കോഎഫിഷ്യന്റ് ഓഫ് n ആണ് ഇവിടുത്തെ എന്ത്? പൊതുവ്യത്യാസം. ശരിയല്ലേ? എന്നിന്റെ ഗുണോത്തരം 5 ആണ്. ആ 5 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം. ക്ലിയർ ആയോ? ദെൻ അടുത്തൊരു കാര്യം, എന്നിനെ ഒഴിവാക്കി നമ്മൾ കാൽക്കുലേഷൻ നടത്തിയ, n ഇല്ല എന്ന് കരുതി നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നു. അപ്പോൾ 5 - 3 ആൻസർ എന്താ? 2. അതാണ് ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ എന്നിന് 1 വില കൊടുത്താൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ടേം. ക്ലിയർ ആയ? ഇനി ഇതിന്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. കാരണം എന്നിന് നമ്മൾ വില കൊടുക്കുന്നത് 1, 2, 3 ഇങ്ങനെ കൊടുക്കും. എന്നിന് 1 വില കൊടുത്താൽ ആദ്യ പദം കിട്ടും. 5 × 1 - 3 5 - 3 ഈസ് ഈക്വൽ ടു 2. എന്നിന് 2 വില കൊടുത്താൽ രണ്ടാം പദം കിട്ടും. 10 - 3 7 കിട്ടും. അതാണ് നമ്മൾ നേരത്തെ കണ്ടു രണ്ടാം പദം. മനസ്സിലായ? അപ്പോൾ 5 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 5. -3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5ന്റെ ഗുണത്തിൽ നിന്നും 3 കുറഞ്ഞു വരുന്ന എല്ലാ സംഖ്യകളും ഇതിനകത്ത് എന്തായിരിക്കും? ശ്രേണിയിലെ പദങ്ങളായിരിക്കും. ഈ ശ്രേണിയിലെ പദങ്ങളായിരിക്കും. ആ രൂപത്തിലൊക്കെ നമുക്ക് ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തറവാകും. ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രൂപത്തിൽ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പഠിക്കാം? dn + f - d എന്ന് പഠിക്കാം. ഇനി എന്നെ ചുരുക്കി ഇപ്പോൾ ഈ ഒരു ഫോം നോക്കിയേ, 5n - 3. ഇത് നമുക്ക് ആൾജിബ്രയ്ക്കിൽ ഇങ്ങനെ പറയാം, an + b എന്ന് പറയാം. an + b xn ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? an + b എന്ന് എഴുതാൻ പറ്റും. ഇവിടെ a കാണിക്കുന്നത്, എന്നിന്റെ ഗുണോത്തരമായ a കാണിക്കുന്നത് കോമൺ ഡിഫറൻസിനെയാണ്, പൊതുവ്യത്യാസത്തെയാണ്. a കാണിക്കുന്നത്, എന്നിന്റെ ഗുണോത്തരമായ a കാണിക്കുന്നത് പൊതുവ്യത്യാസത്തെയാണ്. b ആണെങ്കിലോ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് കാണിക്കുന്നത്. b കാണിക്കുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് b കാണിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഈ ഒരു ഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 8th ടൈം 12ഉം ആൻഡ് 12th ടൈം 12ാം പദം 8ഉമാണ്. റൈറ്റ് ആൾജിബ്ര ഓഫ് ദി സീക്വൻസ്. ആ സീക്വൻസിന്റെ ബീജഗണിത രൂപം എഴുതുക. ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, ബീജഗണിതം എഴുതണമെങ്കിൽ നമുക്ക് എന്തെല്ലാം വേണം? സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം വേണം, കോമൺ ഡിഫറൻസ് വേണം, ആദ്യ പദവും പൊതുവ്യത്യാസവും വേണം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 8ാം പദം 12, 12ാം പദം 8. അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എത്രയാ? -1. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് 12 - 8 ഡിവൈഡഡ് ബൈ 12ന്റെ പൊസിഷൻ 8 - 12 ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ -4. ആൻസർ എന്ത് വരും? -1 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ടൈം ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താ? x1 കണ്ടുപിടിക്കാൻ നമുക്ക് 2 ടേംസ് ഉണ്ട്. 8ാം പദവും ഉണ്ട്, 12ാം പദവും ഉണ്ട്. 8ാം പദമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്നും എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം? ആദ്യ പദത്തിലേക്ക് എത്തണം. 8ാം പദം ഉണ്ട്, അപ്പോൾ 1ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 7 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം. f എന്ന് പറയുന്നത് x1 ആണ്. ഓക്കെ, ഉള്ളത് 8ാം പദമാണ്. 1ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 7. ആ 7 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ എന്ത് ചെയ്യും? 1ാം പദം കിട്ടും. ഓക്കെ, 8ാം പദം 12 മൈനസ് 7 ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാ? -1. -7 ഇൻറ്റു -1 എന്നാണ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ എന്തായിട്ട് മാറും? +7 ആയിട്ട് മാറും. ഇതിന് ആരുണ്ട്? 12 ഉണ്ട്. 12 + 7 ഈസ് ഈക്വൽ ടു 19 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈം 19 എന്ന് കിട്ടും. x1 അല്ലെങ്കിൽ x1 ഈസ് ഈക്വൽ ടു f ഈസ് ഈക്വൽ ടു 19. ദെൻ അടുത്ത നമുക്ക് എന്ത് വേണമായിരുന്നു? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇനി എന്തായിരുന്നു ബീജഗണിത രൂപം? xn എന്തായിരുന്നു? dn + f - d ആണ്. dn + f - d ആണ്. ഡിയുടെ അളവ് -1. അപ്പോൾ -1 ഇൻറ്റു n + f 19 - d -1. ഇവിടെ ശ്രദ്ധിച്ചോളണേ, f 19 ഫസ്റ്റ് ടൈം 19 മൈനസ്, ഇത് ഇക്വേഷനിലെ മൈനസ് ആണ്, ഡിയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ 19 - -1 എന്ന് കിട്ടും ഈസ് ഈക്വൽ ടു -n +
ഇവിടുത്തെ കാൽക്കുലേഷൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. 19 പ്ലസ് 1 എന്ന് കിട്ടും. 19 പ്ലസ് 1 ഇവിടുത്തെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അതാണ് ഇവിടെ വന്നത് 19 പ്ലസ് വന്നത് ഈസ് ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 20 എന്ന് കിട്ടും. ആൻസർ എന്ത് വരും? മൈനസ് എൻ പ്ലസ് 20 എന്ന് കിട്ടും. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ദെൻ ആ പാർട്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പക്ഷിക്കണക്ക്, ഒരു ബേഡ്സ് പ്രോബ്ലം ആണ്. അതായത് ഒരു പക്ഷി പറയുന്നു, ഞങ്ങളും ഞങ്ങളോളവും ബി ആൻഡ് വി ഹാഫ് ഓഫ് അസ്, അപ്പം ഞങ്ങളിൽ പകുതി, അതിൻ്റെ പകുതി, ഞങ്ങൾ പകുതിയുടെ പകുതി, പകുതിയുടെ പകുതി ആകുമ്പോൾ 4 അല്ലെങ്കിൽ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ കിട്ടുമെന്ന് പക്ഷി പറയും. എന്നാൽ 2 കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. പക്ഷികളുടെ എണ്ണമാകാൻ സാധ്യതയുള്ള സംഖ്യാശ്രേണി എഴുതുക. ഓരോ സാധ്യതകളിലും ആകെ എത്ര പക്ഷികൾ ഉണ്ടാകുമെന്ന് എഴുതുക. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് നമ്പർ ഓഫ് ബേഡ്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? എക്സ് എന്നെടുക്കാം. നമ്പർ ഓഫ് ബേഡ്സ് എക്സ് എന്നെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ പക്ഷികളുടെ എണ്ണം എക്സ് പ്ലസ് എഗെയിൻ ബി ആണല്ലോ, ഞങ്ങളും ഞങ്ങളോളവും പ്ലസ് അതിൻ്റെ പകുതി എക്സ് ബൈ 2 അതിൻ്റെയും പകുതി എക്സ് ബൈ 4 പ്ലസ് 1 എന്താകുന്നു? ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ്, ഇവിടെ നമുക്ക് വേണം ഇങ്ങനെ ആഡ് ചെയ്യാം, 4x പ്ലസ് 2x ഡിവൈഡഡ് ബൈ എന്ത് വരും? 8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 4 into x ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് 4 into x 4x 2 into x 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പർ തന്നെയാണ്. ദെൻ ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. 2x പ്ലസ് ഇതിന് ആൻസർ 6x ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1 ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ. ഓക്കെ, ഡിനോമിനേറ്റർ 1 ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 16x പ്ലസ് 6x ഡിവൈഡഡ് ബൈ 8, 1 into 8 8 പ്ലസ് 1 ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12x ഡിവൈഡഡ് ബൈ 8 22x ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നാച്ചുറൽ നമ്പർ. ഓക്കെ, ഇത് രണ്ടോടെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഇത് രണ്ടോടെ സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ 11/4 എന്ന്. 11/4 ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ എന്ന്. ദെൻ 11x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു നാച്ചുറൽ. ഇതിന് ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11x പ്ലസ് 1 into 4 4 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു നാച്ചുറൽ. ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എത്താവുന്ന കൺക്ലൂഷൻ 11x പ്ലസ് 4 ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ ഇൻറ്റു 4 എന്ന അർത്ഥം. നാച്ചുറൽ നമ്പർ ഇൻറ്റു 4 എന്ന് വെച്ചാൽ 1 into 4 2 into 4 3 into 4 എണ്ണൽ സംഖ്യ ഗുണം 4 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്, മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെ കിട്ടുന്ന എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ എന്താ മൾട്ടിപ്പിൾ ഓഫ് 4 ആയത്? 11x പ്ലസ് 4. എക്സ് എന്തായിരുന്നു? അങ്ങനെ നോക്കിയാൽ മതി. എക്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് ബേഡ്സ്. അതെന്തായി? 4ന്റെ ഗുണിതമായി. മനസ്സിലായ? അപ്പൊ നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത്, പക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ബേഡ്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടുന്നു. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്പർ ഓഫ് ബേഡ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നു? 4 8 12 16 20 ഇങ്ങനെ പോകും. ഓക്കെ, ദെൻ 4 പക്ഷികളാണെങ്കിൽ ഈ പറഞ്ഞ ബന്ധം വെച്ച് ആകെ എത്ര എന്നൊരു കാര്യം, സം എത്ര കിട്ടും? 4 എഗെയിൻ 4 വീണ്ടും 4 ആണ്. അതിൻ്റെ പകുതി 2, അതിൻ്റെ പകുതി 1, ഒന്നും കൂടി ചേരും. 4 4 8 2 10 10 1 11 1 12. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ ആകുന്നു 8 പ്ലസ്
8 പ്ലസ് 8ന്റെ പകുതി 8/2 4 അതിൻ്റെ പകുതി 2 8 4 പ്ലസ് 2 ഒന്നും കൂടി ചേർന്നാൽ 8 8 16 4 20 2 22 1 23. നെക്സ്റ്റ് 12 പ്ലസ് 12 പ്ലസ് 6 പ്ലസ് 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 24 6 30 3 33 1 34. അപ്പോൾ നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത് 4 8 12 16 20 ഇങ്ങനെ പോകുന്നു. ഓരോ ഘട്ടത്തിലും സം എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത് 12 23 34 then next 45 then 56 ഇങ്ങനെ പോകുന്നു. ക്ലിയർ ആയല്ലോ? ഈ സീക്വൻസിന്റെ ആൾജിബ്ര എന്തായിരിക്കും? എക്സൻ എന്തായിരിക്കും? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 4 ആണ്. ഫസ്റ്റ് ടേമും 4 തന്നെയാണ്. അപ്പം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? ഡി എൻ ഈസ് ഈക്വൽ ടു 4n പ്ലസ് 4 മൈനസ് 4 ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 4n എന്ന് തന്നെ കിട്ടും. 4n എന്ന് തന്നെ കിട്ടും. അടുത്ത സമ്മിന്റെ ആണെങ്കിലോ ഇവിടെ ഫസ്റ്റ് ടൈം 12 ആണ്, കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 11n പ്ലസ് എഫ് 12 മൈനസ് 11n പ്ലസ് 1 ആണ്. ഇതാണ് ഇവിടെ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് പക്ഷി കണക്ക് പരീക്ഷയിൽ സാധാരണ ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. Then അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, prove that the arithmetic sequence with the first term 1/3 and common difference 1/6 contains all natural number. First term 1/3, common difference 1/6. അപ്പോൾ ഒരു ശ്രേണിയിൽ എണ്ണൽ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്, ഒറ്റ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ സംഖ്യകളില്ല. ഇങ്ങനെ എല്ലാം തെളിയിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ആ സീക്വൻസിന്റെ ആൾജിബ്ര കണ്ടുപിടിക്കലാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് xn is equal to dn plus f minus d, d is equal to 1/6 plus first term 1/3 minus common difference 1/6 is equal to 1/6n plus ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ 6 minus 3 divided by 18 എന്ന് കിട്ടും. is equal to 1 into n/6 plus 6 minus 3 divided by 18. 3യും 18യും സിംപ്ലിഫൈ ചെയ്യാം. 1 3 are 3, then 6 3s are 18. അപ്പോൾ 1/6 എന്ന് കിട്ടും. then n/6 പ്ലസ് എന്ത് 1/6. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ പൊതുവായ ഛേദമായിട്ട് മാറും. ന്യൂമറേറ്റർ എന്ത് വരും? അംശം n+1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ n+1/6 എന്ന് കിട്ടും. ഇത്രയും വരെ കിട്ടിയാൽ ഇനി രണ്ട് രീതിയിലാണ് ഇതിന്റെ അനാലിസിസ് വരുന്നത്. ഒന്നുകിൽ നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്റർ എന്താണോ അതിന് നമ്മൾ ഡിനോമിനേറ്ററിന് ഇക്വേറ്റ് ചെയ്യും. അംശമായിട്ട് കിട്ടുന്ന സംഖ്യയെ ഛേദത്തിന് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ n+1 ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. n ഈസ് ഈക്വൽ ടു 6 - 1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സീക്വൻസിലെ 5ാം പദം എന്തായിരിക്കും? എണ്ണൽ സംഖ്യയായിരിക്കും. ഈ സീക്വൻസിലെ, ഈ ആൾജിബ്രാറ്റിക് സീക്വൻസിലെ 5ാം പദം എണ്ണൽ സംഖ്യയായിരിക്കും എന്നാണ് അർത്ഥം. ആ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ എത്ര? 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. കാരണം എക്സ് ഇവിടെ എന്താ കിട്ടിയത്? n+1/6 അല്ലേ കിട്ടിയത്? xn ഈസ് ഈക്വൽ ടു n+1/6 ആണ് കിട്ടിയത്. അപ്പൊ 5ാം പദം 5th ടേം ഈസ് ഈക്വൽ ടു n എത്രയെന്ന് കൊടുത്താൽ മതി? ഈ 5 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. 5 + 1/6 6/6 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ 5th ടേം 1 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് അടുത്ത ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ കൂടെ ഇവിടെ കിട്ടുന്ന ഡിനോമിനേറ്റർ ആഡ് ചെയ്താൽ മതി. ഈ കിട്ടുന്ന ഡിനോമിനേറ്റർ ഈ പൊസിഷനിലൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. മനസ്സിലായ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 11 വന്നു കഴിഞ്ഞാൽ x11, ഇത് എക്സും x11 ഈസ് ഈക്വൽ ടു 11 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 12/6 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നെക്സ്റ്റ് പൊസിഷൻ ഏതായിരിക്കും? ഇതിൻ്റെ കൂടെ വീണ്ടും ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക. 6 കൂട്ടിക്കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും. അപ്പോൾ 17th ടേം 17ാം പദം x17 ഈസ് ഈക്വൽ ടു 17 + 1/6. ആൻസർ
18/6 ഈസ് ഈക്വൽ ടു 3 എന്ന്. അപ്പോൾ എൻ്റെ വിലകൾ 5, 11, 17, വീണ്ടും 6 കൂടും 23. ഇങ്ങനെ പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം നമുക്ക് കിട്ടുന്ന സംഖ്യ പദം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടും. അതായത് ഈ സീക്വൻസിൽ എന്ത് വരുമെന്ന് അർത്ഥം? എല്ലാ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടും എന്നാണ് അർത്ഥം. ഇതാണ് ഒരു രീതി, പ്രോബ്ലമായിട്ട് ഇങ്ങനെ ചെയ്യും. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് n+1. ഇവിടെ കിട്ടിയ ന്യൂമറേറ്റർ n+1. n എന്ന് പറയുന്ന വില എപ്പോഴും എന്തായിരിക്കും? 1, 2, 3, 4 ഇങ്ങനെയല്ല നമ്മൾ വില കൊടുക്കുക. n+1 എന്ന് പറയുന്നത് n+1 ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 6 ആവുക. രണ്ടാമത്തെ കണ്ടീഷനാണ് n+1 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 6ന്റെ ഗുണിതമാവുക. ഓക്കെ, n+1 6ന്റെ ഗുണിതമാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ഏതൊരു സംഖ്യ വരുമ്പോൾ 6ന്റെ ഗുണിതമാവും. ഏത് സംഖ്യ 6ന്റെ ഗുണിതമാവും? 5 വരണം. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ 5. അടുത്ത രണ്ടാമത്തത് 11 വരണം. അപ്പോൾ 11, 1, 12 6ന്റെ രണ്ടാമത്തെ ഗുണിതം. അടുത്ത മൂന്നാമത്തെ ഗുണിതം 17 വരണം. ആ രീതിയിൽ കൊടുക്കും. അപ്പം ഈ ഒരു അനാലിസിസ് കിട്ടിയ രണ്ട് രീതിയിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഒന്നുകിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യുക. ഏത് പ്രോബ്ലം കിട്ടിയാലും ചെയ്യാനുള്ള മാർഗ്ഗം ഇതാണ്. എന്നിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. അടുത്തതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ, prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. അപ്പോൾ ഇങ്ങനൊരു സീക്വൻസ് ഫസ്റ്റ് ടൈം 1/3 കോമൺ ഡിഫറൻസ് 2/3 ആകുന്ന സീക്വൻസിൽ എല്ലാ ഒറ്റ സംഖ്യകളും വരുമെന്നും അതിനകത്ത് ഇരട്ട സംഖ്യകൾ വരില്ല എന്നും തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? xn കാണുക, അതിന്റെ ബീജഗണിത രൂപം കാണുക. xn is equal to dn plus f minus d ആണ്. d 2/3 n plus f 1/3 minus 2/3 is equal to 2/3n plus ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 minus 2 divided by 3 എന്ന് കിട്ടും. 2n/3 plus minus 1/3 എന്ന് കിട്ടും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആകും. അപ്പോൾ 2n divided by 3 minus 1/3 എന്ന് കിട്ടും. 2n/3 minus 1/3 എന്ന് കിട്ടും. റീറൈറ്റ് ചെയ്യുമ്പോൾ 2n minus 1 divided by 3 എന്ന് കിട്ടും. 2n minus 1 all divided by 3 എന്ന്. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 2n minus 1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. 2ന്റെ ഗുണിതത്തിൽ നിന്ന് 1 കുറയ്ക്കുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ അതിന് തന്നെ പറയാം, ഇതിനകത്ത് എന്ത് വരുന്നില്ല? ഇരട്ട സംഖ്യ വരുന്നില്ല. ഏത് മാത്രമേ വരൂ? ഒറ്റ സംഖ്യ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഏതൊക്കെ ഒറ്റ സംഖ്യകൾ വരാം, അല്ലെങ്കിൽ ഏതൊക്കെ പദങ്ങളിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഒറ്റ സംഖ്യകൾ വരാം? 2n minus 1 is equal to 3. ഇതിൽ നിന്ന് 2n is equal to 3 മൈനസ് എന്ന് പുറത്ത് വരുമ്പോൾ പ്ലസ് 1 ആകും. is equal to 4 എന്ന് കിട്ടും. then 2n is equal to 4/2. 2n is equal to 4. then n is equal to 4/2 is equal to 2 എന്ന് കിട്ടും. അപ്പൊ n-ന്റെ വില എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനകത്തുള്ള സെക്കൻഡ് ടേം, രണ്ടാം പദം, സെക്കൻഡ് ടേം എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. സെക്കൻഡ് ടേം ഈസ് ആൻ ഓഡ് നമ്പർ. സെക്കൻഡ് ടേം ഈസ് ആൻ ഓഡ് നമ്പർ. രണ്ടാം പദം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. നമുക്ക് നോക്കാം. രണ്ടാം പദം കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിൽ അതിൽ ആൾജിബ്രയിൽ n എത്രയെന്ന് കൊടുത്താൽ മതി? 2 എന്ന് കൊടുത്താൽ പോരെ. അപ്പം x2 സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 2 into 2 minus 1 divided by 3 is equal to 4 minus 1 divided by 3 is equal to 3/3 is equal to 1 എന്ന് കിട്ടി. ഒന്നൊറ്റ സംഖ്യ ആണല്ലോ. അപ്പോൾ രണ്ടാം പദം എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി എത്രാം പദം കിട്ടും? ഇവിടെ നിന്ന് ഡിനോമിനേറ്റർ ഇതിനോട് ആഡ് ചെയ്യുക. എല്ലാത്തിനും അടുത്ത പദം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്. ഈ ഫസ്റ്റ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക. അപ്പം q + 3 എന്ന് പറഞ്ഞാൽ n is equal to 5 ആകുന്നു. n is equal to 5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടേം ഓഡ് നമ്പർ ആയിരിക്കും. അഞ്ചാം പദം ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ് അർത്ഥം. അഞ്ചാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x5 വരൂല്ലേ? 2 into 5 minus 1 divided by 3 is equal to 10 minus 1/3 is equal to 9/3 is equal to 3 എന്ന്. ക്ലിയർ ആയ? അപ്പോൾ രണ്ടാം പദം 1, അഞ്ചാം പദം 3. ഇനി അടുത്ത
8-ാം പദം എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇങ്ങനെ പോകും. 11-ാം പദം 7 ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനകത്ത് ഒറ്റ സംഖ്യകളെല്ലാം വരും. ഏത് വരില്ല? ഇരട്ട സംഖ്യ വരില്ല. കാരണം എന്താണ്? 2n-1 ഇതിൽ കിട്ടിയ ന്യൂമറേറ്റർ ആയിട്ട് കിട്ടിയ 2n-1 ഏതിന്റെ പൊതുരൂപമാണ്? ജനറൽ ഫോം ഓഫ് ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് അതിനകത്ത് ഈവൻ നമ്പേഴ്സ് വരില്ല. ഇതാണ് അതിന്റെ ആൻസർ. അപ്പോൾ 2n-1 is the general form of odd numbers. Prove that the squares, fifth question ആണ്. നിങ്ങൾക്ക് സൈഡിൽ കാണാം. Prove that the squares of all the terms of the arithmetic sequence 4, 7, 10 belongs to the sequence. 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ എല്ലാ സംഖ്യകളുടെയും എല്ലാ പദങ്ങളുടെയും വർഗ്ഗങ്ങൾ സ്ക്വയേഴ്സും ഈ ശ്രേണിയിലെ പദങ്ങളായിരിക്കും എന്നാണ് തെളിയിക്കുന്നത്. ഇവിടെയും ചെയ്യേണ്ട കാര്യം ബീജഗണിതം കാണുക. xn is equal to dn plus f minus d ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ടൈം f is equal to 4ഉം d is equal to 7 minus 4 is equal to 3ഉമാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3n plus 4 minus 3 എന്ന് കിട്ടും. is equal to 3n plus 1 ആണ്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും സ്ക്വയേഴ്സിന്റെ കാര്യം വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ക്വയേഴ്സിൽ നമ്മൾ ചെയ്യുന്നത് ഈ കിട്ടുന്ന ആൾജിബ്രയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 3n plus 1. 3n എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതും. 3ന്റെ ഗുണനം. അതിനോടുകൂടി എത്ര കൂട്ടുന്നു? 1 കൂട്ടുന്നു. ഇതാണ് ഈ സീക്വൻസിലെ ഓരോ ടേംസ്. മൾട്ടിപ്പിൾ ഓഫ് 3 plus 1 ആണ് ഈ സീക്വൻസിലെ ഓരോ ടേംസ്. നോക്കൂ, 1 into 3 3 plus 1 4, 2 into 3 6 plus 1 7, 3 into 3 10, 3 into 3 9 plus 1 10. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 3 plus 1 ആണ് ഈ സീക്വൻസിലെ ഓരോ ടേംസ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇതിന്റെ സ്ക്വയേഴ്സ് എടുക്കുകയാണ്. സ്ക്വയേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് ഇതേ കണ്ടീഷൻ പറയാൻ പറ്റുമെങ്കിൽ ഈ സീക്വൻസിലെ ടേം ആയിരിക്കും. ഏത് കണ്ടീഷൻ? മൾട്ടിപ്പിൾ ഓഫ് 3 plus 1 എന്ന കണ്ടീഷന് ഇതിനകത്ത് 4, 7, 10 ഇതിന്റെയൊക്കെ സ്ക്വയേഴ്സിനെ എഴുതാൻ പറ്റുമെങ്കിൽ അവ സീക്വൻസിലെ ടേം ആയിരിക്കും. ക്ലിയർ ആയ? അപ്പൊ ഇതിന്റെ സ്ക്വയർ എങ്ങനെ എടുക്കും? സ്ക്വയേഴ്സ് ഓഫ് ദി ടേം. നമുക്ക് ഓരോ ടേമിന്റെ സ്ക്വയർ എടുത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. പ്രൂവ് ചെയ്യാനാണ്, പൊതുവായ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ആൾജിബ്രയുടെ സ്ക്വയർ എടുക്കും. ഈസ് ഈക്വൽ ടു 3n plus 1 the whole square. ഇത് ഏത് രൂപം? a plus b the whole square രൂപമാണ്. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ 3n the whole square plus സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ 1 square plus 2 into 3n into 1. 3n the whole square. ഇങ്ങനെ പറഞ്ഞ അർത്ഥം 3 square into n square എന്ന അർത്ഥം. എന്താ 3 square? 9 into n square 9n square plus 1 square plus ഈ ടേം എന്ത് വരും? 6n എന്ന് കിട്ടും. നമ്മൾ ഓർഡർ അനുസരിച്ച് 1 square എന്താ 1 തന്നെയാണ്. ഓർഡർ അനുസരിച്ച് എഴുതിയാൽ 9n square plus 6n plus 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു വേരിയബിൾ പാർട്ടും ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് പാർട്ടും. വേരിയബിൾ പാർട്ട് എന്ന് വെച്ചാൽ n ചേർന്ന് വരുന്ന പദങ്ങൾ അത്രയും വേരിയബിൾ പാർട്ട്, n ഇല്ലാതെ വരുന്ന പദം കോൺസ്റ്റന്റ് പാർട്ട്, സ്ഥിരസംഖ്യ സ്ഥാനം. അപ്പം ഈ ഒരു പാർട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. ഏതാ? 9n square plus 6n plus 1. ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു പാർട്ടിൽ നമുക്ക് എന്തുണ്ട്? 3 ഒരു ഫാക്ടർ ആണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈസ് ഈക്വൽ ടു 3 into 3 കോമൺ ആക്കിയാൽ പിന്നെ ഇവിടെ ആര് വരും? 3n square plus 2n. 3n square plus 2n പ്ലസ് എന്ത്? 1. ഓക്കെ, അപ്പൊ 3 into ഏതോ ഒരു ടേം, 3 into ഏതോ ഒരു ടേം, അതാണ് എന്ത്? മൾട്ടിപ്പിൾ ഓഫ് 3. 3യെ ഏതോ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് 3ന്റെ ഗുണിതം. 3ന്റെ ഗുണിതം എന്ന് പറയാം 3നെ ആരെയെ കൊണ്ട് ഗുണിക്കുക എന്നല്ലേ അർത്ഥം. ഇവിടെ 3n square plus 2n കൊണ്ട് ഗുണിച്ചു. അതൊരു സംഖ്യയാണെന്ന് കരുതുക. സംഖ്യയാവും, കാരണം n നമ്മൾ വില കൊടുക്കും. n 1 കൊടുത്താൽ 5 എന്ന് കിട്ടും, 2 എടുത്ത് വേറെ സംഖ്യ കിട്ടും. സംഖ്യയാണല്ലോ. അപ്പൊ ഇതിനർത്ഥം മൾട്ടിപ്പിൾ ഓഫ് 3 plus 1 എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ഈ ആൽജിബ്രയുടെ സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 plus 1. അതുകൊണ്ട് ഈ സ്ക്വയേഴ്സ് എല്ലാം ഇവിടെ വരും, ഈ സീക്വൻസിനകത്ത് വരും. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. അടുത്ത ടൈം എത്ര വരും? 3 കൂടിയാൽ 13. അടുത്ത ടൈം 16. 4ന്റെ സ്ക്വയർ എത്ര? 16 വന്നല്ലോ. പിന്നെ എഴുതി പോകുമ്പോൾ 13ന്റെ സ്ക്വയർ 169 കിട്ടും, 16ന്റെ സ്ക്വയർ 256 കിട്ടും. ഇങ്ങനെ എഴുതി പോകുന്ന എല്ലാ സംഖ്യകളുടെ സ്ക്വയർ ഈ ടേംസിലെ ഈ സീക്വൻസിലെ ടേംസ് ആയി. അപ്പോൾ ഓർമ്മിക്കേണ്ടത്
ആൾജിബ്ര കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അതെങ്ങനെ? മൾട്ടിപ്പിൾ ഓഫ് കോഎഫിഷ്യന്റ് പ്ലസ് 1 ആ രീതിയിലേക്ക് മാറ്റുക. സ്ക്വയർ കാണാൻ പറഞ്ഞ സ്ക്വയർ, ആൾജിബ്രയുടെ സ്ക്വയർ എടുക്കുക. അതിനെ അതേ രൂപത്തിൽ മാറ്റാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? സീക്വൻസിലെ ടേം ആയിരിക്കും, അല്ലെങ്കിൽ അല്ല. അത്രയേ ഉള്ളൂ. ആറാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് അടുത്തൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നു. 5, 8, 11. 5, 8, 11 ഇങ്ങനെ പോകുന്നൊരു സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല. എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇങ്ങനെ പോകുന്ന സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുക. ഇങ്ങനെ പോകുന്ന സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുക. അതെങ്ങനെ പ്രൂവ് ചെയ്യും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? നേരത്തെ പറഞ്ഞാൽ ബീജഗണിത രൂപം എഴുതുക. xn is equal to dn plus f minus t. ഇവിടെ d എത്രയാ? 3. f എത്രയാ? 5. is equal to 3n plus 5 minus 3. 3n plus 5 minus 3 is equal to 3n plus 2 എന്ന് കിട്ടും. ഇതിന്റെ സ്ക്വയർ എടുക്കുക. ഇതിനർത്ഥം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 ആണ്. ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3n plus 2 the whole square is equal to നേരത്തെ കണ്ടല്ലേ ഫസ്റ്റ് ടൈമിന്റെ സ്ക്വയർ 3n സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ 9n സ്ക്വയർ പ്ലസ് 2 into 3 into 2 2 into 3 6 into 2 12 12n പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? ഇത്രയും ടൈമാണ് ഇതിനകത്ത് വേരിയബിൾ പാർട്ട്, ഇതാണ് കോൺസ്റ്റന്റ് പാർട്ട്. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോൺസ്റ്റന്റ് പാർട്ട് ഇവിടുത്തെ എന്നിന്റെ കോഎഫിഷ്യന്റിനേക്കാൾ വലുതാണെന്ന് നോക്കുക. ചെറുതാണെങ്കിൽ പ്രശ്നമില്ല, വലുതാണോ എന്ന് നോക്കുക. ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് എത്ര? 3 ആണ്. ഇവിടുത്തെ ടേം 4 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇതേ കണക്ക് ചെയ്യരുത്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 4നെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ മാറ്റും? 3ന്റെ ഗുണിതത്തോടു കൂടി എത്ര കൂട്ടണമെന്ന് കരുതുക. അപ്പൊ 3 പ്ലസ് 1 4. സപ്പോസ് ഇതൊരു 7 ആയിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ മാറ്റിയേനെ? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 ആക്കി എഴുതിയേനെ. മൾട്ടിപ്പിൾ ഓഫ് 3 ആവുമ്പോൾ 6 പ്ലസ് 1. ഓക്കെ, ഇതൊരു 8 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? 6 പ്ലസ് 2. ക്ലിയർ ആയോ? അപ്പം 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ഇത് എഴുതേണ്ടത്. പ്ലസ് 1 എന്ന്. അപ്പോൾ ഇതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1 എന്ന്. ഇനി ഇതാ ഇത്രയും ടൈംസ് നോക്കി, ഇത്രയും 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 3യെ കോമൺ ആക്കി മാറ്റിയാൽ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 പ്ലസ് എന്ത്? 1. ഇത്രയും ടൈം മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് എന്ത്? 1. ഇതാണ് സ്ക്വയറിന്റെ പ്രത്യേകത. സ്ക്വയർ കിട്ടിയത് ആൾജിബ്ര കിട്ടിയത് 3n പ്ലസ് 2 എന്നും, സ്ക്വയർ കിട്ടിയത് മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1. എന്താ ഡിഫറൻസ്? ഇവിടെ കിട്ടിയ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 സീക്വൻസിലെ ടേംസിന്റെ പ്രത്യേകത 3ന്റെ ഗുണിതത്തോടു കൂടി 2 കൂട്ടിയതാണ്. പക്ഷേ അതിലെ സ്ക്വയേഴ്സിന്റെ പ്രത്യേകത 3ന്റെ ഗുണിതത്തോടു കൂടി എത്ര കൂട്ടിയതാണ്? 1 കൂട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വരില്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരില്ല. Therefore this sequence contains no perfect squares. Then അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഓൾ നമ്പേഴ്സ് ഇൻ ദി അരിത്മെറ്റിക് സീക്വൻസ് 11/8, 14/8 and 17/8.